നമ്മൾ മരിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിയായി മാറേണ്ടത്. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലവരാകേണ്ടത്. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മുടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ പിറപ്പുകളെല്ലാവരും അവരെല്ലാവരും നീ നല്ലവരാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ നന്നായിട്ടില്ല. നമ്മൾ നല്ലവരാകുന്നത് എപ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ? അല്ലാഹുവേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചല്ലോ. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ വിജയിയായി മാറേണ്ടത് എവിടെയാണെന്നറിയോ? ദുനിയാവിന്റെ തൊലിക്കുമുകൾ നമ്മൾ ജീവിക്കുമ്പോഴല്ല, ഈ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നമ്മൾ നടക്കുമ്പോഴല്ലോ. പടച്ചുറപ്പേ, നമ്മൾ ഏറ്റവും കൂടുതൽ A+ ലഭിച്ചവരായിട്ട് മാറുമ്പോഴല്ലോ. പടച്ചുറപ്പേ, നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല പരീക്ഷ എഴുതിയിട്ട് അതിൽ നല്ല മാർക്ക് മേടിച്ചിട്ട് A+ മേടിച്ചു, അവിടെയല്ലടാ നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിയാകേണ്ടത്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാരെല്ലാവരും പറയുകയാണ്, അവനൊരു നല്ലവനാണ്, അവൻ നല്ലവനാണെന്ന് എല്ലാവരും പറയുകയാണല്ലോ. അവിടെയല്ലല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നാകേണ്ടത്. നമ്മൾ നല്ലവരാകേണ്ടത് അവിടെയല്ല. പിന്നെ എവിടെയാണ് നമ്മൾ നല്ലവരാകേണ്ടത്? ഏത് സമയത്താണ് നമ്മൾ നല്ലവരാകേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു സമയം നമുക്ക് വരാനുണ്ടല്ലോ, ഒരു സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. ആ സമയത്തുണ്ടല്ലോ നമ്മുടെ വാപ്പ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂട്ടുകാര് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടെയുണ്ട്. ആ സമയത്ത് അവരൊന്നും ഉപകരിക്കാത്തൊരു സമയം നമുക്ക് വരാനുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആരും തന്നെ ഉപകരിക്കാത്ത, നമ്മുടെ സമ്പത്തും നമ്മുടെ അധികാരവും നമ്മുടെ പവറൊന്നും നമുക്ക് ഉപകരിക്കാത്ത പടച്ചുറപ്പിയ ഒരു സമയമാണല്ലോ മരണമെന്ന് പറഞ്ഞാൽ. ആ മരണത്തിന്റെ സമയത്താണ് നമ്മൾ വിജയിക്കേണ്ടത്. ആ മരണത്തിന്റെ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയേണ്ടത്. അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നന്മകളാണ് ഉമ്മ ചെയ്തിട്ടുള്ളത്? എന്ത് നന്മകളാണ് നമ്മളെല്ലാവരും ചെയ്തു കൂട്ടിയിട്ടുള്ളത്? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ ആരോഗ്യത്തോടു കൂടി കടന്നു പോകുകയാണല്ലോ. നമ്മളെല്ലാവരും ആരോഗ്യത്തോടു കൂടിയിട്ട് പടച്ചുറപ്പേ നമ്മളെല്ലാവരും കടന്നു പോവുകയാണല്ലോ. നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള ആഗ്രഹം എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ പടച്ചു തമ്പുരാന്റെ സ്വർഗം നമുക്ക് വേണമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് കരഗതമാകണമെന്നോ? ആ പടച്ചു തമ്പുരാന്റെ സ്വർഗം നിനക്ക് വെറുതെ ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ദുനിയാവിൽ നല്ല രൂപത്തിൽ പടച്ചുറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച അവർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണല്ലോ. അവർക്ക് മാത്രം അല്ലാഹു തആല കൊടുക്കുന്നതാണ് സ്വർഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ദുനിയാവിന് നമ്മൾ വിട പറയാമല്ലോ. പടച്ചുറപ്പേ, രോഗമുണ്ടാകട്ടെ അല്ലെങ്കിൽ രോഗമില്ലാതിരിക്കട്ടെ, പടച്ചുറപ്പേ നമ്മൾ യാത്രയിലാകട്ടെ, നമ്മൾ വിശ്രമത്തിലാകട്ടെ, ഏത് സമയമെന്നില്ലാതെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ മരണമെന്ന് പറയുന്ന സത്യം. ആര് തന്നെ അല്ലാഹുവില്ലെന്ന് പറഞ്ഞാലും അവസാന സമയത്ത് എല്ലാം സമ്മതിക്കുമല്ലോ. അങ്ങനത്തെ അവസരം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട് ഉമ്മ. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട് ചെറുപ്പക്കാരാ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിന്ന് ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട അല്ലാഹുവേ, എൻ്റെ മഹല്ലത്തിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ ഇന്നൊരു മയ്യത്ത് വരികയാണല്ലോ. പടച്ചുറപ്പേ, അല്ലാഹുവേ, ഒരു 11 മണിയായപ്പോ എൻ്റെ പ്രിയ സുഹൃത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദ്
എന്റെ അമ്മായി മരണപ്പെട്ടു പോയിട്ടുണ്ടോ, എന്റെ അമ്മായി മരണപ്പെട്ടു പോയിട്ടുണ്ടോ, നമ്മുടെ മഹല്ലിലേക്കാണ് മയ്യത്ത് വരുന്നത്, ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണല്ലോ. പടച്ചറബേ അവിടെ നിറങ്ങ് പറയുമ്പോ അല്ലാഹുവേ ഞാൻ ചോദിച്ചു മോനെ എത്ര വയസ്സുണ്ടോ, എത്ര വയസ്സുണ്ടോ, അവിടുന്ന് പറയുകയാണ് ഉസ്താദ് 50 വയസ്സ് പ്രായമാണുള്ളത്, 50 വയസ്സ് പ്രായമാണുള്ളത്. ഞാൻ ചോദിച്ചു മോനെ എന്ത് പറ്റിയതാണടാ, എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ പടച്ചറബേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറയുന്നു ഉസ്താദ് പടച്ചറബേ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്നവരായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത രോഗങ്ങൾ വരികയാണ്, വല്ലാത്ത ക്ഷീണങ്ങൾ ഇങ്ങനെ അലട്ടുകയാണല്ലോ. അവിടെ നിന്ന് പറയുകയാ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോ പടച്ചറബേ അത് ക്യാൻസറിലേക്ക് പടർന്നിരിക്കുകയാണ് ഉസ്താദ്. അല്ലാഹുവേ പടച്ചറബേ വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവേ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലായിരുന്നു ഉസ്താദ്. അല്ലാഹുവേ പടച്ചറബേ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതാവിടേക്ക് RCCയിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ. അല്ലാഹുവേ RCCയിലെത്തി പടച്ചറബേ അവിടെ നിന്ന് ഓപ്പറേഷന്റെ ചികിത്സയുടെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തയ്യാറാക്കുകയാണ്. ഈ രോഗി അവിടെ നിന്ന് പ്രിയപ്പെട്ട സഹോദരി വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരീരത്തിന്റെ വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടാണ് ഉസ്താദ് പടച്ചറബേ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിയത്. അതിന്റെ യാത്രാക്ഷീണം വല്ലാതെ ഉണ്ടായിരുന്നല്ലോ. പടച്ചറബേ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ നിന്ന് കണ്ണീരോടെ പറയുകയാണ് ഉസ്താദേ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോ പടച്ചറബേ പെട്ടെന്നൊരു കുഴുങ്ങൽ വന്നു, പെട്ടെന്നൊരു തളർച്ച വന്നു. അല്ലാഹുവേ പിന്നീട് നോക്കുമ്പോ ഉസ്താദേ കൈയനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല. പടച്ചറബേ തൊട്ടടുത്ത് എന്റെ പ്രിയപ്പെട്ട മകനുണ്ടോ, തൊട്ടപ്പുറത്ത് തന്റെ ബന്ധുക്കളുണ്ടോ, ആരും തന്നെ അറിഞ്ഞില്ല ഉമ്മ ഇസ്രായേൽ കടന്നു വന്നത്, ആരും തന്നെ അറിഞ്ഞില്ല ഉമ്മ ഇസ്രായേൽ കടന്നു വന്നത്. എല്ലാവരും പടച്ചറബേ ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോമുകൾ പൂരിപ്പിക്കുന്ന തിരക്കിലാണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുന്ന തിരക്കിലാണ്. അല്ലാഹുവേ വളരെ പെട്ടെന്നതോ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതോ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോവുകയാണല്ലോ. തൊട്ടപ്പുറത്തിരിക്കുന്ന സ്വന്തം മകന് പോലും അറിഞ്ഞില്ലല്ലോ, സ്വന്തം മകന് പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ. പടച്ചറബേ തന്റെ ആങ്ങളമാരുണ്ട്, തന്റെ ബന്ധുക്കളുണ്ട്, അവർക്ക് ആർക്കും തന്നെ കൊണ്ടുപോകല്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല, ഇസ്രായേൽ വരുന്നത് പറയാൻ കഴിഞ്ഞില്ല. ആ പ്രിയപ്പെട്ട സഹോദരിക്കും കഴിഞ്ഞില്ലല്ലോ. ഇതാണ് ഉമ്മ നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത്. ഈ പറയുന്ന ഞാനുണ്ടല്ലോ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച പവിത്രമായ വിഷയം നമ്മൾ പൂർത്തീകരിച്ചിട്ടോ പടച്ചറബേ നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മൾ പിരിയുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല ഉമ്മ, എനിക്ക് കഴിയില്ല ഉമ്മ. നിങ്ങളെ കൊണ്ടും ഒരാളെ കൊണ്ടും കഴിയില്ലല്ലോ, അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇതാണ് ഉമ്മ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതാണ് ഉമ്മ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത്രയേ നമ്മുടെയൊക്കെ കാര്യമുള്ളൂ. അതുകൊണ്ട് മരണം സംഭവിക്കാത്തൊരു ജീവനും ദുനിയാവിലില്ലല്ലോ, മരിക്കാത്തൊരു ജീവനും ദുനിയാവിലില്ല. ആ മരണത്തിന്റെ വേദനയെ കുറിച്ചിട്ടാണ് ഉമ്മ നമ്മളിവിടെ ചർച്ച നടത്തുന്നത്. അല്ലാഹുവേ തര ഉസ്താദ് അവിടെ നിന്ന് പാടുകയാ ആദം മുതൽ പല കാലമോ കഴിഞ്ഞില്ലേ, അതിനത്ഭുതം നിന്നോളമോ നിനക്കില്ലേ. അതിന്റെ മുതൽ പടച്ചുറപ്പെ ഒരുപാട് കാലം ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരുപാട് കാലം കഴിഞ്ഞല്ലോ ഉമ്മ.
എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തഴവ ഉസ്താദ് അവിടുന്ന് പാടുകയാണ്, ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിരത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒരുപാട് കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഒരുപാട് കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. പടച്ചറബ്ബേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. ഈ ദുനിയാവിന്റെ തൊലിക്കുമ്പകളിൽ പടച്ച തമ്പുരാന് ഞാനാണ് അല്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. ആകവേ പടച്ച തമ്പുരാനെ വെല്ലുവിളിച്ചിട്ട് സ്വർഗത്തെക്കാളും വലിയ സ്വർഗമാണെന്ന് പറഞ്ഞിട്ടോ അല്ലാ ദുനിയാവിന് സ്വർഗം സൃഷ്ടിച്ച ആളുകളുണ്ടായിരുന്നല്ലോ. ദുനിയാവിന് സ്വർഗത്തെക്കാൾ സമാനമെന്ന് പറഞ്ഞിട്ടോ പടച്ചുറപ്പി അതിന്റെ അരികത്തേക്ക് പോലും എത്താൻ കഴിയാത്ത തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഇതാണ് സ്വർഗമെന്ന് ലോക സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടോ അള്ളാന്റെ മുമ്പിൽ അഹങ്കാരം കാണിച്ചവർ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. സിംഹാസനത്തിനോ ചുറ്റു നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. പടച്ചുറപ്പേ, സിംഹാസനത്തിൽ കയറിയിരുന്നിട്ടോ ചുറ്റും പാറാവുകാരുണ്ടായിരുന്നല്ലോ, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുവേ, അവിടൊക്കെ മൗത്ത് പറയുന്ന സിംഹം പിടിച്ചു വിഴുങ്ങിയിട്ടുണ്ടല്ലോ. അവരൊക്കെ 6 അടി മണ്ണിലാണല്ലോ, അവരൊക്കെ 6 അടി മണ്ണിലാണല്ലോ. പടച്ചുറപ്പേ, അവിടൊക്കെ മുഖത്ത് നിന്ന് മണ്ണൊക്കെ വീണിട്ടുണ്ടല്ലോ, അവരുടെ ശരീരമൊക്കെ ഇന്ന് മണ്ണ് തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്ര ചെയ്തതത്ഭുതമല്ലേ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരാണ്. പിന്നീട് കടന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? പടച്ചുറപ്പേ, ശവമഞ്ച യാത്രയാണല്ലോ, എല്ലാവരും ഏറ്റിക്കൊണ്ടു പോവുകയാണല്ലോ, എല്ലാവരും പടച്ചുറപ്പേ ഏറ്റിക്കൊണ്ടു പോവുകയാണല്ലോ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളറയിലോ പടച്ചുറപ്പേ മണിമേട മുകളിൽ കിടന്നിട്ട് ഉല്ലസിച്ചവരാണല്ലോ. പടച്ചുറപ്പേ, ഏറ്റവും വലിയ സ്വർണത്തിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളറയിലോ ഏറ്റവും വലിയ മണിമത്തയിൽ കിടന്നുറങ്ങിയവരാണല്ലോ. പടച്ചുറപ്പേ, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് എവിടെയാ? മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ അഹങ്കരിച്ചിട്ട് നടന്നിട്ടോ, ഈ ദുനിയാവിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് നടന്നിട്ടോ അവസാനം ഞാനാണ് അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, പടച്ചുറപ്പേ, ദുനിയാവിൽ സ്വർഗം തീർത്ത ആളുകളുണ്ട്. ദുനിയാവില് ഏറ്റവും വലിയ ജീവിതത്തിൽ ഞങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ ദുനിയാവിൽ ജീവിച്ചല്ലോ. പടച്ചുറപ്പേ, അവരൊക്കെ 6 അടി മണ്ണിലാണല്ലോ, അവരെയും മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. അതാ പടച്ചുറപ്പേ, മൗത്തെന്ന് പറയുന്ന ഏറ്റവും വലിയ സിംഹമുണ്ടല്ലോ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ. പടച്ചുറപ്പേ, അവരെ എല്ലാവരും പിടികൂടിയല്ലോ. ദുനിയാവിന്റെ തൊലിക്കുള്ളിൽ അഹങ്കരിച്ചിട്ട് കടന്നുപോയ എല്ലാവരെയും എന്റെ പ്രിയമുള്ളവരെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പിടികൂടിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എല്ലാവരെയും അല്ലാഹുവേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പിടിക്കും. അസ്രായീൽ പിടിക്കാത്ത ശരീരം ദുനിയാവിലുണ്ടോ? ഇല്ല എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളുടെ റൂഹിനെ വരെ പിടിക്കുന്നുണ്ട്. പിന്നെയാണോ നമ്മള് അല്ലെ ദുനിയാവിൽ പിന്നെ ആര് മാത്രം ബാക്കിയുള്ളത്? അല്ല മാത്രം ബാക്കിയുള്ളത്. ദുനിയാവിൽ മലക്കുകളെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് തുടച്ചു മാറ്റും. പിന്നെ ആരാ? അല്ല മാത്രം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹിനെ വരെ അസ്രായീൽ തന്നെ പിടിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതല്ലേ ചർച്ച നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ പടച്ചറബ്ബേ ഔസാഇ റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ് അവിടുന്ന് മഹാനവറുകളെ പറയുകയാണ് ഒരു മനുഷ്യനെങ്ങാനും ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ അവന്റെ റൂഹിനെ പിടിച്ച വേദനയുണ്ടല്ലോ, അവന്റെ റൂഹിനെ പിടിക്കുന്ന വേദനയുണ്ടല്ലോ. മഹാനായ ഔസാഇ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ് അല്ലാഹുവേ അവന്റെ റൂഹിനെ പിടിച്ച വേദന അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തന്നെ പോകുന്നതല്ല. മഹാനവറുകൾ പറയുകയാണ് അവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടോ, അവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടോ ആ ഖബറിൽ നിന്ന് പിരിയുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവേ നാളെ എല്ലാവരെയും പുനർജനിപ്പിക്കുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസം വരെ എൻ്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പടച്ചറബ്ബേ അവിടുന്ന് ഏറ്റവും വലിയ മുഹിബ്ബായ ഔസാഇ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഖബറിൽ ഇങ്ങനെ കിടക്കുന്ന സമയം മുതൽ പടച്ചറബ്ബേ ഖിയാമത്ത് നാളിൽ എല്ലാവരും കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ, പടച്ചറബ്ബേ എല്ലാവരും എണീക്കുന്ന സമയമുണ്ടല്ലോ, അതുവരെയും അവന്റെ തൊണ്ടക്കുഴിയിൽ പടച്ചറബ്ബേ മരണത്തിന്റെ വല്ലാത്ത വേദനയാണെന്ന് മഹാനവറുകൾ പറയുകയാ. ആ വേദന എന്റെ ശരീരത്തിൽ നിന്ന് ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നോ എന്റെ പ്രിയമുള്ളവരെ അത് പെട്ടെന്ന് പോകുന്നതല്ല, അത് പെട്ടെന്ന് പോകുന്നതല്ല. ബനു ഇസ്രായേലിൽ ഒരു സംഘം ഒരു ഖബറിന്റെ ചാരത്തിലൂടെ സഞ്ചരിക്കുകയാണല്ലോ, ഒരു ഖബറിന്റെ ചാരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പടച്ചറബ്ബേ ആ വിഭാഗം അവിടുന്ന് പറയുകയാണ് തന്റെ കൂട്ടത്തിലുള്ള തന്റെ പ്രവാചകനോട് പറയുകയാണ് അല്ലാ അല്ലാ ഈ കാണുന്ന ഖബറുണ്ടല്ലോ, ഈ കാണുന്ന ഖബറുണ്ടല്ലോ, ഈ ഖബറിലാണ് ആർക്കെങ്കിലും ഒന്ന് എണീപ്പിക്കാൻ കഴിയുമെങ്കിലോ, നിങ്ങളെ കൊണ്ട് എണീപ്പിക്കാൻ കഴിയുമെങ്കിലോ ഈ കാണുന്ന ഖബറിന്റെ ഉള്ളറയുടെ അവസ്ഥ നമുക്കൊന്ന് അറിയാമായിരുന്നല്ലോ, മരണത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് അറിയാമായിരുന്നല്ലോ, പടച്ചറബ്ബേ ഇസ്രായേലിന്റെ അവസ്ഥ നമുക്കൊന്ന് അറിയാമായിരുന്നല്ലോ എന്നവിടുന്ന് പടച്ചറബ്ബേ ബനു ഇസ്രായേലിലെ ജനങ്ങൾ പറയുകയാ. ആ സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന പടച്ചറബ്ബേ പ്രവാചകനതോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുന്നു അല്ലാഹുവിന്റെ സമ്മതത്തോട് കൂടി ഒന്ന് എണീക്കുമോ, ഒന്ന് എണീക്കുമോ. പടച്ചറബ്ബേ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് പറയുകയാ പടച്ചറബ്ബേ അവിടുന്ന് ഇതാ എണീറ്റ് വരികയാണല്ലോ, രണ്ട് കണ്ണുകൾക്കിടയിൽ നമസ്കാരത്തിന്റെ തയമ്പിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനായ എന്റെ പ്രിയമുള്ളവരെ ഖബറിൽ നിന്ന് എണീറ്റ് കടന്നു വന്നത് അതാ ഖബറിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് പറയുകയാ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് എന്നെ വിളിച്ചത്, എന്തിനാണ് എന്നെ ഇവിടെ കിടക്കുന്ന എന്നെ എന്തിനാ നിങ്ങൾ എണീപ്പിച്ചത് എന്നവിടുന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ കിടക്കുന്ന ഖബറാളി എണീക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. മരണത്തിന്റെ വേദനയെ കുറിച്ച് ചോദിച്ചപ്പോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനവിടുന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ, 50 വർഷമായിട്ടോ ഈ ഖബറിന്റെ ഉള്ളറയിൽ ഞാൻ മരണത്തെ ഇങ്ങനെ രുചിച്ചു കൊണ്ടിരിക്കുകയാണ്, മരണത്തെ ഞാൻ രുചിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്നെ വല്ലാത്ത മരണത്തിന്റെ വേദന പിടിപെട്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് എന്നെ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച റൂഹുണ്ടല്ലോ, അതിന്റെ വേദന എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല, എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ഞാൻ ദുനിയാവിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 50 വർഷമായിട്ടുണ്ടോ, ഞാൻ ഖബറിലായിട്ടോ 50 വർഷമായിട്ടുണ്ടല്ലോ. പടച്ചറബ്ബേ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ നിന്ന് ആ വേദന പോയിട്ടില്ലെന്ന് മഹാനായ ആ മനുഷ്യൻ അവിടുന്ന് പഠിപ്പിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വഫാത്തായതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അല്ലാഹ്
മുമ്പ് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മൂസാ നബിയെ, നിങ്ങളുടെ മരണത്തെ കുറിച്ചൊന്ന് അറിയിക്കുമോ? നിങ്ങളുടെ മരണത്തെ കുറിച്ചിട്ടൊന്ന് അവിടുന്ന് പറയുമോ മൂസാ നബിയെ? അവിടെ നിന്ന് പറയുകയാണ്, പടച്ചുറപ്പെ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്തിട്ടോ അല്ലാഹു ഒരു ചട്ടിയിലേക്ക് അങ്ങ് ഇടുകയാ. വല്ലാതെ ചുട്ടുപഴുത്ത പടച്ചുറപ്പെ അടിയിൽ ഇങ്ങനെ വല്ലാതെ തീ കത്തുന്നതായിട്ടുള്ള ഒരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പടച്ചുറപ്പെ അതിങ്ങനെ വെന്ത് അതിലിങ്ങനെ ചൂട് കൊണ്ട് വല്ലാതെ ഇങ്ങനെ ആടുകയാണല്ലോ. അല്ലാഹുവേ, അതിൽ നിന്ന് എണീക്കാൻ കഴിയാതെ ഒരാളിങ്ങനെ അമർത്തി പിടിക്കുകയാണല്ലോ. പടച്ചുറപ്പെ വല്ലാത്ത ചൂടാണല്ലോ. ആ ചട്ടിയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരിക്കലും തന്നെ കഴിയുന്നതുമില്ലല്ലോ. ആ സമയത്തൊന്ന് വിചാരിക്കുന്ന വിചാരമുണ്ടല്ലോ, പടച്ചുറപ്പേ എന്ന് മരിച്ചു പോയിരുന്നെങ്കിലോ, ജീവനൊന്ന് പോയിരുന്നെങ്കിലോ എന്നാ പക്ഷിക്കുഞ്ഞ് വിചാരിക്കുന്നത് പോലെയാണ് അല്ലാ. അതുപോലെയാണ് അല്ലാ. ഒരിക്കലും തന്നെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മളെ കൊണ്ട് ഒരിക്കലും തന്നെ കഴിയില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയാണല്ലോ. പടച്ചുറപ്പേ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ജീവനുള്ള ആടുണ്ടല്ലോ, ആ ആടിനൊരു അറുവക്കാരനുണ്ടല്ലോ. പടച്ചുറപ്പേ, അവിടുന്ന് പച്ചക്ക് ഇങ്ങനെ തൊലി കിഴിച്ചാൽ എത്രത്തോളം വേദന ആടിനുണ്ടായിരിക്കും. ആട് എത്രത്തോളം കിടന്നിട്ട് പുളയുമല്ലോ. അതുപോലെയാണ് എന്റെ മരണവേദനയെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. മരണത്തിന്റെ വേദനയെ കുറിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണല്ലോ. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറയുകയാ, ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? പടച്ച തമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ. അള്ളാനെ അറിഞ്ഞുകൊണ്ട് അള്ളാനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്തുള്ള പടച്ചുറപ്പെ ആഖിറത്തിലും ദുനിയാവിലും അവന്റെ ഹൃദയത്തിനകത്തുള്ള വേദന എന്താണെന്നറിയോ? മരണമാണ് ഉമ്മ. മരണത്തിന്റെ വേദനയാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ എന്റെ ജീവിതം എന്തായിരിക്കും? എങ്ങനെയാണ് ഞാൻ മരണത്തെ നേരിടുക? അസ്റായീലിനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാ കാണുക? അസ്റായീലിനെ ഞാൻ എങ്ങനെയാ ചിന്തിക്കുക എന്ന് പടച്ചുറപ്പെ അവിടുന്ന് വല്ലാതെ വേവനാതിപ്പെടുന്ന അവസരമാണല്ലോ, എന്നവിടുന്ന് വരുന്ന സങ്കടമാണല്ലോ എന്ന് മഹാനവറുകൾ പറയുകയാ. വീണ്ടും അവിടുന്ന് സദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈർച്ചവാളുകൊണ്ട് പടച്ചുറപ്പേ, ഈർച്ചവാളുകൊണ്ട് മുറിക്കുന്ന വേദനയുണ്ടല്ലോ. അതുപോലെയാണ് ഉമ്മ മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കത്രിക കൊണ്ട് ഒരാളിങ്ങനെ സ്വന്തം ശരീരത്തെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പടച്ചുറപ്പേ, പാത്രത്തിൽ തിളച്ച വെള്ളമുണ്ടല്ലോ, അല്ലാഹുവേ, അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ തിളക്കുകയാണ്. അതിലേക്ക് ജീവനുള്ള ഒരു മനുഷ്യനെ അങ്ങ് ഇടുകയാണ്. എത്രത്തോളം വേദന എന്ന് ആലോചിച്ചു നോക്കണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതിനേക്കാളും വേദനയാണല്ലോ നാളെ നമ്മ മരണത്തിന് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്ന നമ്മളെ വരുന്നതോ. അതുകൊണ്ട് ആ മരണത്തിന്റെ വേദന ലഘൂകരിക്കണ്ട ഉമ്മ. ആ വേദന നമുക്ക് കുറച്ച് കിട്ടാൻ അവിടുന്ന് പ്രാർത്ഥിക്കണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അതാ അവിടുന്ന് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മയ്യത്തിനെ എങ്ങാനും ജീവിപ്പിച്ചിട്ടോ
ആ മയ്യത്തിനോട് അവിടുത്തെ മരണം മുതലുള്ള ഓരോ കാര്യങ്ങളെങ്ങാനും പറഞ്ഞ അവിടുന്ന് ചോദിച്ച ആ മയ്യത്ത് ഓരോ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞ ഉറക്കം കൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ സുഖം ലഭിക്കില്ലല്ലോ. ജീവിതം കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ലഭിക്കുന്നതല്ല. അവിടുത്തെ അവസ്ഥ നമ്മളെങ്ങാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറക്കം വരുന്നതല്ലല്ലോ. നമ്മുടെ ജീവിതം കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് ഒരു ഉപകാരവും ലഭിക്കില്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ സദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇന്ന് നമ്മളെ എല്ലാവരും അല്ലാഹുവേ സോഷ്യൽ മീഡിയയുടെ പിറകിലാണല്ലോ. അല്ലാഹുവേ ബിഗ് ബോസിന്റെ പിറകെ കൂടിയിട്ടോ അല്ലാഹുവേ എത്രയോ ഉമ്മമാരാ പടച്ചു തമ്പുരാനെ. അല്ലാഹുവേ ആരാണ് ഔട്ടാകുന്നത്, ആരാണ് ട്രോഫി അടിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പടച്ചുറപ്പേ എല്ലാവരും ഇരിക്കുന്ന സമയമാണല്ലോ. പടച്ചുറപ്പേ നാളെ നമ്മുടെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുമല്ലോ. ഈ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ഈ പറയുന്ന അവസ്ഥയുണ്ടല്ലോ. പടച്ചുറപ്പേ എന്നെ പേടി വരുമെന്ന് ഓർമ്മയില്ലല്ലോ. അല്ലാഹുവേ ഇന്ന് സീരിയലിന്റെ സിനിമയുടെ ലോകത്തേക്ക് കടന്നു വന്നിട്ടോ, റിയാലിറ്റി ഷോയുടെ ലോകത്തേക്ക് കടന്നു വന്നിട്ടോ പടച്ചുറപ്പേ എവിടുന്നോ പടച്ചുറപ്പേ കടൽ കയറി വന്ന് പാശ്ചാത്യ സംസ്കാരത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടോ ആട്ടം തുള്ളുന്ന പെണ്ണിന്റെ ആട്ടം കണ്ടിട്ടോ പടച്ചുറപ്പേ ആടുന്ന ചെറുപ്പക്കാരന്റെ ചാട്ടം കണ്ടിട്ടോ പടച്ചുറപ്പേ എവിടൊക്കെയോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തിനെ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ പടച്ചുറപ്പേ ആയിരങ്ങളും പടച്ചുറപ്പേ പതിനായിരങ്ങളും ടിക്കറ്റ് കൊടുത്തിട്ടോ അല്ലാഹുവേ ആ ഗാനമേളക്ക് പോയിട്ടോ അവിടെ ആടിത്തിമിർക്കുന്ന സംസ്കാരം എവിടെ നിന്ന് വന്നതാണ് ഉമ്മ? അത് എവിടെ നിന്ന് കടൽ കയറി കടന്നു വന്നതാ? ഈ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ടെന്ന ബോധം നമുക്ക് വേണമല്ലോ. ഏത് സമയത്താണ് നമ്മുടെ റൂഹിനെ പിടിക്കുന്നതെന്ന് പറയാൻ പടച്ചുറപ്പേ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ലല്ലോ. നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ലല്ലോ. ഹറാമ് കാണുന്ന വേളയിലാണ് നമ്മൾ മരിക്കുന്നത്. ഒരു ഹലാലല്ലാത്ത ഒരു നന്മയുമില്ലാത്ത ഒരു കാര്യം ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മരണത്തിന്റെ അവസ്ഥയൊന്ന് നോക്കണേ ഉമ്മോ. നമ്മുടെ മരണത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കോ. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പറുദീസകളിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുമോ? അല്ലാഹ് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുമോ? പടച്ചുറപ്പേ എവിടെന്നോ കയറി വരുന്ന പാട്ടുകാരന്റെ പാട്ട് കേട്ടിട്ടോ എന്റെ പ്രിയമുള്ളവരെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോ പടച്ചുറപ്പേ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് പടച്ചുറപ്പേ അല്ലാഹുവേ മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് ആടിത്തിമിർക്കുന്ന കാലമാണല്ലോ. അവര് ഹരം കൊണ്ടിട്ട് ചാടിയാടുന്ന കാലമാണല്ലോ. അവരുടെ മുമ്പിലേക്കും വരുമല്ലോ. ഇത് എല്ലാവരുടെ മുമ്പിലേക്കും കടന്നു വരും പൊന്നുമോനെ. ഒരു റൂഹിനെ പിടിച്ച ശരീരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു റൂഹിനെ പിടിച്ച ശരീരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരം ഒന്ന് തൊട്ടു നോക്കണേ. നമ്മുടെ അയൽവാസിയോ നമ്മുടെ വീട്ടിലെ വല്ലുമ്മയോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലോ ആ ശരീരത്തിൽ നമ്മളൊന്ന് തൊട്ടിട്ടുണ്ടോ പൊന്നുമോനെ? തണിത്തിട്ടിങ്ങനെ മരവിച്ചിട്ടുണ്ടാകുമല്ലോ. തണിത്തിട്ടിങ്ങനെ മരവിച്ചിട്ടുണ്ടാകുമല്ലോ. പടച്ചുറപ്പേ ആ ശരീരത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലാഹ് വല്ലാതെ ഇങ്ങനെ ആടുന്നത് കാണുമല്ലോ മോനെ. ശരീരം ഇങ്ങനെ വല്ലാതെ പടച്ചുറപ്പേ അഴഞ്ഞു കിടക്കുകയാണല്ലോ. എവിടെ പോയടാ നിന്റെ ശരീരത്തിന്റെ പവർ? നിന്റെ ശരീരത്തിന്റെ ബലമെല്ലാം എവിടെ പോയി? മസിൽ പവർ കാണിച്ചിട്ടോ പടച്ചുറപ്പേ അതിന്റെ വലുപ്പവും പെരുപ്പവും കാണിച്ചിട്ടോ അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നവനാണോ നീ? നീയൊന്ന് ഒരു നിമിഷത്തേക്ക് ഓർത്തോ പൊന്നുമോനെ. നീ ഒരു നിമിഷത്തേക്ക് ഓർത്തോ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയോ
അവസാന സമയത്തുണ്ടല്ലോ, നിന്റെ അവസാന സമയത്തുണ്ടല്ലോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിലോ മരിക്കുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം കേട്ടോ. ദുനിയാവിൽ നിനക്ക് നിന്റെ ആഖിബത്ത് നന്നാക്കണമെങ്കിലോ ദുനിയാവിൽ ഞാൻ മരിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ, ആ ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലോ നിനക്ക് വിജയിക്കാൻ കഴിയുന്നതാ. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാൻ തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ഇന്ന് നമ്മൾ മരിക്കുമെന്നുള്ളൊരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്തില്ല. നമ്മുടെ മനസ്സിനകത്ത് നാളെ നമ്മൾ പടച്ച റബ്ബേ നമ്മുടെ മുമ്പിലേക്ക് അസ്റാഈൽ കടന്നു വരുമെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിനകത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിന്മകളുടെ വഴികളിലൂടെ കടന്നു പോകുന്നത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുക, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് വിട പറഞ്ഞ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ദുനിയാവിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മരണം മുതൽ അവസാനം വരെയുള്ള കാര്യമെന്ന് അവനോട് പറയാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ അതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ മഹാനവറുകൾ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം വരൂല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ലഭിക്കില്ല എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ പഠിപ്പിക്കാം. അത്രത്തോളം ഗൗരവമാണ് എൻ്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന സമയം. ആ മരണത്തിന്റെ സമയം, മരണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗൗരവ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ നല്ലവരാകാൻ നോക്കുക, നല്ലവരാകാൻ നോക്കുക, നന്മയുണ്ടാക്കാൻ നോക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലത്തെ മിഞ്ഞാത്തക്കായൊക്കെ ആളുകൾ കുറവാണെന്നാണ് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ പുണ്യമാന മജ്‌ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സമയമാകുമ്പോൾ നമ്മുടെ ലിങ്കിലേക്ക് വരുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇൽമിന്റെ വഴികളിലൂടെ അല്ലാഹു തആല നമ്മളെല്ലാവരെയും നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതാ വിടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, കൈഫ വജത്തുൽ മൗത യാ ഖലീലി, എൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയെ, എൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയെ, നിങ്ങളെ മരണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയിച്ചു തരുമോ ഇബ്രാഹിം നബിയെ? ആ മരണത്തിന്റെ വേദനയെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് എൻ്റെ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറയുകയാണല്ലോ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതാ അവിടുന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, മാംസം പടച്ചുറപ്പേ, മാംസത്തിന്റെ ശൂലമുണ്ടല്ലോ, ആ ശൂലത്തിലൂടെ കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചിറക്കുന്നത് പോലെയായിരുന്നു ഒരു മാംസം ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുത്തിയെടുക്കുന്ന കമ്പിയുണ്ടല്ലോ, ആ ശൂലമുണ്ടല്ലോ ഉമ്മ, അത് മാംസത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ എത്രത്തോളമാണ് വേദനയുണ്ടായിരിക്കുക, എത്രത്തോളമാണ് വേദനയുണ്ടായിരിക്കുക. അതുപോലെയായിരുന്നു എൻ്റെ വേദനയെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹ് അവിടെ നിന്ന് പറയുകയാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ, അമാ ഇന്നാ ഖദ് ഹവന്നാ
അലൈക. നബിയെ, നിങ്ങൾക്ക് ഞാൻ മരണത്തിന്റെ വേദന ലഘൂകരിച്ച് തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വേദന കുറച്ച് തന്നിട്ടുണ്ടെന്നോ എന്റെ പ്രിയമുള്ളവരെ. അവിടുന്ന് മഹാനായ അല്ലാഹുവേ ഇബ്രാഹിം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതാണ് ഉമ്മ മരണത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതാണ് മരണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലാഹുവേ, പ്രവാചകന്മാർക്ക് ഇവരെ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഉമ്മ നമ്മളെ കൊണ്ട് കഴിയുന്നത്? പിന്നെ എങ്ങനെയാണ് ഉമ്മ നമ്മളെ കൊണ്ട് കഴിഞ്ഞത്? മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പടച്ചറബ്ബേ, അതാ അല്ലാഹുവേ പടച്ചറബ്ബേ കടന്നു വന്നുകൊണ്ട് ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, നബിയെ പടച്ചറബ്ബേ, കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും പറയുന്നു, കഅബ്, മരണത്തെ കുറിച്ചിട്ടൊന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ? മരണത്തെ കുറിച്ചിട്ടൊന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നവിടുന്ന് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം നബി, മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമർ, ഒരു മനുഷ്യനുണ്ടല്ലോ, പടച്ചുറപ്പേ വല്ലാത്ത മുള്ളുള്ള കമ്പുകളും ചുള്ളികളും കൊണ്ട് നിറക്കപ്പെട്ട, അതിലൂടെ മുഴുവനും മുള്ളുകളുള്ള പടച്ചുറപ്പേ ഒരു കമ്പെടുത്തിട്ടോ, ഒരു ചെടിയുടെ ഭാഗം എടുത്തിട്ടോ അവന്റെ ശരീരത്തിന്റെ ഉള്ളറയിലേക്ക് അങ്ങ് കുത്തിയിറക്കുകയാണല്ലോ. അവന്റെ വായിലൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കുത്തിയിറക്കിയിട്ടോ അവന്റെ പടച്ചുറപ്പെ വയറിന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നൊന്ന് കടഞ്ഞെടുത്തിട്ടോ കൈ വെച്ചിട്ടൊന്ന് പിരിച്ചെടുത്താ അവന്റെ ഞരമ്പിന്റെ ഉള്ളിലൂടെയും അവന്റെ മാംസത്തിന്റെ ഉള്ളിലൂടെയും അവന്റെ കുടലിന്റെ ഉള്ളിലൂടെയുമല്ല ഈ കമ്പുകളങ്ങ് കുത്തിക്കയറുമല്ലോ, ഈ കമ്പുകളങ്ങ് കുത്തിക്കയറുമല്ലോ. പടച്ചുറപ്പേ, ഈ കാണുന്ന മുള്ളുകളെല്ലാം കുത്തിത്തിറക്കുമല്ലോ. എന്നിട്ടത് തന്റെ കൈ കൊണ്ടങ്ങ് ആഞ്ഞു വലിച്ചു കഴിഞ്ഞ എത്രത്തോളം വേദനയാണ് ഉണ്ടാകുന്നത്, എത്രത്തോളം വേദനയാണ് അനുഭവിക്കാൻ കഴിയുന്നത്. അതുപോലെയാണല്ലോ എന്നതാ അവിടുന്ന് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ വേദന കുറഞ്ഞതാണോ? എല്ലാ മഹാന്മാരും അവിടുന്ന് പറഞ്ഞ കാര്യമൊന്ന് ആലോചിച്ചു നോക്ക്. പിന്നെയാണ് ഉമ്മ നമ്മള് നന്മകളിൽ ഒരു നന്മയുമില്ലാത്ത, സ്നേഹമില്ലാത്ത, ക്രൂരമായ ഹൃദയം കൊണ്ട് തിന്മയുടെ വഴികളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് എത്രയോ വലിയ ചണ്ഡികളാണല്ലോ, നമ്മൾക്ക് എത്രയോ വലിയ പാപികളാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മരണത്തിന്റെ രണാങ്കണത്തിൽ കിടക്കുമ്പോ വല്ലാത്ത രോഗശയ്യയില് കിടക്കുകയാണല്ലോ. പടച്ചുറപ്പേ, ആരോ വന്നിട്ട് കതക് മുട്ടുകയാണല്ലോ. പടച്ചുറപ്പേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ അവിടെ നിന്ന് വാതിൽ തുറക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അന്വേഷിക്കുകയാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇസ്രായീലാണെന്ന് അറിയില്ലല്ലോ. അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ വാപ്പാക്ക് സുഖമില്ല, എന്റെ പിതാവിന് സുഖമില്ല, അതുകൊണ്ട് എന്റെ പിതാവിനെ കാണാൻ കഴിയില്ലെന്ന് പറയുമ്പോ പിറകെ നിന്നതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണല്ലോ, ഫാത്തിമ, തടയല്ല ഫാത്തിമ. അതാരാണെന്നറിയോ? അത് ഇസ്രായീലാണ്.
ഫാത്തിമ, അത് അസ്റായീലാണ് ഫാത്തിമ. പടച്ചറബ്ബേ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംഘവും കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, ഞാൻ കടന്നു വന്നത് സമ്മതമുണ്ടെങ്കിൽ റൂഹിനെ പിടിക്കാൻ നബിയേ, സമ്മതമുണ്ടെങ്കിൽ റൂഹിനെ പിടിക്കാൻ നബിയേ, അല്ലെങ്കിൽ കണ്ടിട്ട് സലാം പറഞ്ഞിട്ട് മടങ്ങാൻ നബിയേ, അല്ലെങ്കിൽ കണ്ടിട്ട് സലാം പറഞ്ഞിട്ട് മടങ്ങാൻ നബിയേ, അതിന് വേണ്ടി കടന്നു വന്നതാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടുന്ന് സമ്മതം കൊടുക്കുകയോ, റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിക്കുകയാണല്ലോ. പൊന്നുമോള് ഫാത്തിമ ബീവി തന്റെ തൊട്ടടുത്തിരുന്നിട്ട് പൊട്ടിക്കരയുകയാണല്ലോ. പടച്ചറബ്ബേ, കണ്ടു നിൽക്കുന്ന സ്വഹാബത്തിന് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മരണത്തിന്റെ വേദനയിൽ പുളയുകയാണ്. ഉമ്മ, അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാ, പടച്ചറബ്ബേ, ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുന്നത്, സഹാബ, നമസ്കാരം 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 എന്നാണല്ലോ. പടച്ചറബ്ബേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് അസ്റായീലിനോട് ചോദിക്കുന്നു, അസ്റായീലേ, എന്റെ റൂഹിനെ ഇങ്ങനെ പിടിക്കുമ്പോ, എന്റെ റൂഹിനെ ഇങ്ങനെ പിടിക്കുമ്പോ എന്റെ ഉമ്മത്തിനും ഇതുപോലെ വേദനിക്കുമോ, ഇതുപോലെ വേദനിക്കുമോ എന്നവിടുന്ന് ചോദിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നബിയെ, നിങ്ങളെ വല്ലാതെ മയത്തോടു കൂടിയാ ഞാൻ പിടിക്കുന്നത്. ഇന്നേവരൊരു മനുഷ്യന്റെ റൂഹിനെയും ഇത്ര മയത്തിൽ ഞാൻ പിടിച്ചിട്ടില്ല. അത്രത്തോളം മയത്തിലാണ് ഞാൻ പിടിക്കുന്നത്. പിന്നെയോ ഉമ്മത്തിന്റെ വേദന ഇതിനെക്കാളും അസഹ്യമാണല്ലോ, ഇതിനെക്കാളും കഠിനമാണല്ലോ. പടച്ചറബ്ബേ, റസൂലുള്ള പറയുന്നു, അസ്റായീൽ, എന്ന് എന്റെ ഉമ്മത്തിന്റെ വേദന കുറച്ചു കൊടുക്കണേ അസ്റായീൽ, എന്റെ ഉമ്മത്തിന്റെ വേദന കുറച്ചു കൊടുത്തിട്ട് എന്നിലേക്കൊന്ന് തരുവോ, എന്നിലേക്കൊന്ന് തരുവോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാ, റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണല്ലോ, എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മഹദിയുടെ മടിയിലേക്ക് തല വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണല്ലോ, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവിടുന്ന് പറയുകയാണല്ലോ, ഇതാണ് ഉമ്മ മരണമെന്ന് പറഞ്ഞ, ഇതാണ് ഉമ്മ മരണമെന്ന് പറഞ്ഞ അല്ലാഹുവേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തന്റെ തൊട്ടടുത്ത ഒരു പാത്രത്തിൽ ഇങ്ങനെ തണുത്ത വെള്ളം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് റസൂലുള്ളാഹി അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യുകയാണ്, റസൂലുള്ളാഹി അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തുൽ മൗത്ത്, അല്ലാഹുവേ, എന്റെ മരണത്തിന്റെ വേദന നീ കുറച്ച് തരണേ അല്ലാ, എന്റെ മരണത്തിന്റെ വേദന നീ കുറച്ച് തരണേ അല്ലാ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണല്ലോ, ഇതെനിക്കൊന്ന് കുറച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് കണ്ണുനീരൊഴുക്കുകയാണ് ഉമ്മ. റസൂലുള്ളാഹി പോലും അവിടുന്ന് വല്ലാതെ വേദനിച്ചു പോയിട്ടുണ്ടെങ്കിലോ, റസൂലുള്ളാഹി പോലും അവിടുന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, അവിടുന്ന് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ, അവിടുന്ന് സങ്കടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, ഈ പാപികളായ എന്റെയും നിങ്ങളുടെയും അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണേ
ഉമ്മ. ഒന്ന് ചിന്തിച്ചു നോക്കണേ ഉമ്മ. അത് അവിടുന്ന് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയോ, അവിടെ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, ഉദ്ഉല്ലാഹ തആല അയ്യുഹവ്വിനു അലാ ഹാദിഹി സകറാത്ത്. അവിടുന്ന് സക്കറാത്തിന്റെ വേദന കുറച്ചു തരാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാറുണ്ട്. പടച്ച തമ്പുരാനെ, എന്റെ സക്കറാത്തിന്റെ വേദനയൊന്ന് കുറച്ചു തരണേ അല്ലോ, അവിടെ നിന്ന് കുറച്ചു തരണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഈസാ നബി പ്രാർത്ഥിക്കാറുണ്ട്. അതാ മുത്തുനബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈസാ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും മരണത്തിന്റെ സമയത്ത് വല്ലാതെ വേദനിച്ചു പോയിട്ടുണ്ടോ? പിന്നെയുണ്ട് ഉമ്മ, ഏറ്റവും കൂടുതൽ വേസ്റ്റുകളായി കിടക്കുന്ന നമ്മുടെ അവസ്ഥ, തെറ്റുകൾ ചെയ്തിട്ട് ഹൃദയം മുഴുവനും വേസ്റ്റായി മലീമസമായി കിടക്കുന്ന നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിക്കണേ ഉമ്മ. അവരെ സംബന്ധിച്ച് അവരെയും നമ്മളെയും എന്ന് വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ എത്ര വലിയ ദർജയിലാണ് ഉമ്മ, അവരൊക്കെ എത്ര വലിയ ദർജയിലാണ് ഉമ്മ. അവർക്ക് പോലും മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് പോലും മരണത്തിന്റെ വേദന അവിടെ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ അവസ്ഥ എന്തോ, പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് ഉമ്മ? പടച്ചുറപ്പേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് മരണമെന്ന് പറയുന്ന സത്യമുണ്ടല്ലോ, അത് എല്ലാവരെയും പിടിപെടുമല്ലോ, എല്ലാവരെയും പിടിപെടുമല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പടച്ചുറപ്പേ, എനിക്കൊരുപാട് അധികാരം വേണം, എനിക്കൊരുപാട് സമ്പത്ത് വേണം, എനിക്ക് എൻ്റെ അയൽവാസിയേക്കാൾ ഏറ്റവും വലിയവനാകണം, അവനെക്കാളും പവർ എനിക്ക് വേണമല്ലോ, അവനെക്കാളും വലിയ വീട് എനിക്ക് വേണമല്ലോ, അവനെക്കാളും വലിയ വാഹനം എനിക്ക് വേണമല്ലോ. പടച്ചുറപ്പേ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മത്സരം നടത്തുകയാണല്ലോ. എല്ലാം മറ്റുള്ളവർക്കായി മുമ്പ് വേണമെന്ന് പറഞ്ഞിട്ടോ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടോ പടച്ചുറപ്പേ ജീവിതത്തിൽ ജീവിതത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ബാപ്പമാര് മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് പടച്ചുറപ്പേ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്താൻ കഴിയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മരിക്കുന്ന സമയത്ത് അവിടുന്ന് ദുആ ചെയ്യാ, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തുൽ മൗത്ത്. പടച്ചോനെ, എൻ്റെ മരണത്തിന്റെ വേദന നീ കുറച്ചുകൊണ്ട് അല്ലാഹ്, മരണത്തിന്റെ വേദന നീ കുറച്ചുകൊണ്ട് അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവിടുന്ന് ദുആ ചെയ്യാ. പിന്നെ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിന്നെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ മരണത്തിന്റെ സമയത്ത് നമ്മുടെ വേദന ലഘൂകരിക്കാൻ എന്ത് വേണം? മരണത്തിന്റെ വേദന വല്ലാത്തതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു, എത്രയോ മഹാന്മാരുടെ ജീവിതങ്ങൾ നമ്മൾ പറഞ്ഞു, ഇന്നൊക്കെ മനസ്സിലായി. പടച്ചോനെ, മരണം എന്ന് പറഞ്ഞ അത് വല്ലാത്ത വേദനയാണെന്ന് മനസ്സിലായി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ, ബോധം കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ റബ്ബേ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് നമ്മൾ ചെയ്യണം? അല്ലാഹുവേ, ചൊല്ലിക്കോ, ഇന്ന് വെള്ളിയാഴ്ച രാവാ, ഇന്ന് വെള്ളിയാഴ്ച രാവാ. ഈ പുണ്യമായ വെള്ളിയാഴ്ച രാവിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാവിൽ എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മുത്ത് നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവേ പടച്ചുറപ്പേ, നമുക്ക് മരണത്തിന്റെ വേദന ലഘൂകരിക്കാൻ കഴിയുമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയാ, അവിടുന്ന് പറയാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവനെ കൈവിടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എന്തെല്ലാം നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എൻ്റെ പ്രിയമുള്ളവർ ആത്മാർത്ഥമായിട്ട് തഖ്വയോട് കൂടി ചെയ്തോ, സ്വലാത്ത് ചൊല്ലിക്കോ. ആ മരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ സമാധാനിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.